നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ രജനികാന്ത് ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനികാന്തും അതുപോലെ തന്നെ അമീർ ഖാൻ ഉൾപ്പെടെയുള്ള കുറെ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന, അല്ലെങ്കിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയാനായിട്ട് അമീർ ഖാന്റെ പേര് മാത്രമേ അല്ലെങ്കിൽ ഉപേന്ദ്രയുടെ പേര് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ സൗബിൻ സാഹിറും തെലുങ്കിൽ നിന്ന് നാഗാർജുനയൊക്കെ തകർത്തഭിനയിച്ച ഒരു ഗംഭീര ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒറ്റ വരിയിൽ നമ്മൾ എപ്പോഴും പണ്ട് തുടങ്ങിയ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന പോലെ ഒറ്റ വരിയിൽ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, രജനികാന്ത് ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ എല്ലാ മാർഗങ്ങളും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള ഒറ്റ വരിയിൽ പറയാം. അതല്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസ് മസാല തമിഴ് സിനിമ കാണുന്ന അതേ ഫീലോട് കൂടി തന്നെ ഈ സിനിമ കാണാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് ഈ സിനിമ കൊടുത്ത കാശിന് മുതലാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്നാൽ പൊതുവെ ഈ സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ചെറിയതല്ലാത്ത രീതിയിലുള്ള പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുമച്ചേക്കാം, അതിന് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു കടുത്ത രജനികാന്ത് ആരാധനയാണെന്ന് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ സിനിമ എനിക്കൊരു ശരാശരി അനുഭവമാണ് നൽകിയത്. ഒരു ശരാശരിക്ക് മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള അനുഭവമാണ് നൽകിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും സംസാരിച്ചു തുടങ്ങിയ ഒരു സംഭവമുണ്ട്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഗംഭീര ഡയറക്ടറാണ്, വലിയ ടെക്നീഷ്യനാണ്, വലിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്, വലിയ ഹിറ്റുകൾ സൃഷ്ടിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് തിരക്കഥ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാറില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൈദി എന്ന് പറയുന്ന സിനിമയാണ്. അത് ത്രൂ ഔട്ട് നമ്മൾ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോയ ഒരു സിനിമയാണ്. അതിനും പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും. എന്ത് തന്നെയാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പിടിച്ചു നിന്ന സിനിമ എന്ന് പറയുന്നത് കമലഹാസനെ വെച്ച് ചെയ്ത സിനിമയാണ്. ഈ രണ്ട് സിനിമകൾ ഒഴിച്ചു നിർത്തി, അല്ലെങ്കിൽ ഈ 3 സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വേറെ ഒരു സിനിമയും എന്നെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. 2 വിജയ് സിനിമകളുണ്ട്, അതൊക്കെ ഉൾപ്പെട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ സിനിമയും എന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആ കൈദി കണ്ട റേഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റേ കമലഹാസന്റെ എന്തൊട്ടാണ് ആ പടം കണ്ട റേഞ്ചിലേക്കോ എന്നെ ഉയർത്തിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് ബോറടിപ്പിച്ചിട്ടില്ല. ത്രൂ ഔട്ട് നമുക്കൊരു രജനികാന്ത് ആരാധകൻ എന്ന രീതിയിൽ കണ്ട് അർമാദിക്കാനുള്ള സിനിമ തന്നെയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ത്രൂ ഔട്ട് എന്താണ് പടത്തിന്റെ കഥ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാനില്ല. പോയി ടിക്കറ്റ് എടുക്കുക, കയറുക, അർമാദിക്കുക, ഇറങ്ങി പോരുക. അല്ലാതെ കഥയും കാര്യങ്ങളൊന്നും ചോദിച്ചാൽ കാര്യം. ആരാണ് രജനികാന്ത്? പണ്ടൊരു കൂലിയായിരുന്നു, ഇപ്പൊ ആരാണ് അതൊന്നും അറിയത്തില്ല. പക്ഷെ കണ്ട് അടിച്ചു പൊളിച്ച് പടം കണ്ടിട്ട് ഇറങ്ങി പോരുക. ഇതാണ് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും പറയുന്നു, കൊടുത്ത കാശിന് മുതലായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷെ ഈ കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു വീക്കായിട്ടുള്ള തിരക്കഥേനെ പടം ഇത്രയധികം അടിപൊളിയാക്കി കൊണ്ടുപോയി നിർത്തുന്നത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ ടെക്നിക്കൽ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് തമിഴിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതായത് ഈ വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനെ ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മേക്കിംഗ്, അല്ലാതെ ഇതുപോലത്തെ മേക്കിംഗ് എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിനെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ സൗബിൻ സാഹിറിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ചെറിയ റോളല്ല, ഗംഭീരമായിട്ടുള്ള റോളാണ്, ത്രൂ ഔട്ട് റോളാണ്. നമ്മുടെ വിനായകൻ തമിഴിലെ എങ്ങനെ വിറപ്പിച്ചോ അതേ രീതിയിൽ തന്നെ അത്ഭുതപ്പെടുത്താൻ അത്രയും അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ അതിനോടൊപ്പം തന്നെ പിടിച്ചു നിർത്താനായിട്ട് ദയാൽ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലൂടെ സൗബിൻ സാഹിറിന് സാധിച്ചിട്ടുണ്ട്. രജനികാന്തിന്റെ എനിക്ക് ഉണ്ടായ ഒരു ആവറേജ് അനുഭവം അല്ലെങ്കിൽ എബോവ് ആവറേജ് എന്ന് ഞാൻ പറയാൻ കാരണം, രജനികാന്തിനെ പൂർണ്ണമായിട്ടും ഈ സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഓക്കെ, ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്ന രീതിയിൽ തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമേനെ സ്റ്റൈലിഷ് ആയിട്ട് നിലനിർത്തുന്ന വേറൊരാളുണ്ട്. അത് വേറെ ആരുമല്ല, നാഗാർജുന. ഈ സിനിമ തുടക്കം തന്നെ നമുക്ക് ഈ വലിയ താരങ്ങളിൽ നമുക്ക് ആദ്യം നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത് സൗബിനാണ്. സൗബിന്റെ ഇൻട്രൊഡക്ഷൻ ഒരു ശരാശരിയിൽ താഴെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എന്നാലും കണ്ടിരിക്കാവുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് രജനികാന്തിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നു, അതൊരു സാധാരണ ഇൻട്രൊഡക്ഷൻ ആയി പോവുക എന്നുള്ളൊരു സംശയം തോന്നും. അത് കഴിഞ്ഞൊരു പാട്ട് വരുന്നു, കാര്യങ്ങൾ വരുന്നു, ഇങ്ങനെയൊക്കെ ഒരു ശരാശരി തമിഴ് സിനിമ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു അതേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്നാണ്
നാഗാർജുനയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അവിടെ നിന്ന് പടം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പോക്കുണ്ട്, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വേറെ റേഞ്ചിലേക്ക്. അയാളൊക്കെ എത്ര പ്രായമുള്ളതാണ് എന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ പടം കാണുന്നത്. അന്നും അദ്ദേഹം എങ്ങനെയാണോ സ്റ്റൈലിഷ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ആരാധകരായിട്ട് മാറ്റുന്നത്, ആ രീതിയിലുള്ള പെർഫോമൻസും സംഭവങ്ങളുമായിട്ട് നാഗാർജുനയും പിന്നീട് ആ ടോട്ടൽ സിനിമയും അത് വെച്ചിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് സൗബിന്റെയും ഒരു കഥാപാത്രത്തിന്റെ ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നായകനും ഉയർന്നല്ലേ പറ്റൂ. രജനികാന്തും അവിടെ നിന്ന് ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം, ഇത്രയും കാലം ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയ താല്പര്യമില്ലാത്തൊരു നായികയുണ്ടാവും. അത് കമലഹാസന്റെ മകൾ ശ്രുതി ഹാസനാണ്. എന്നാൽ ഈ സിനിമ കണ്ടിട്ട് ശ്രുതി ഹാസനെ ആരെങ്കിലും വെറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു കഥാപാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രകടനവും മികച്ചതായിരുന്നു. അവരുടെ പ്രകടനം പണ്ടും മികച്ചത് തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമൊക്കെ ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പക്ഷെ ഈ സിനിമയിലെ കഥാപാത്രവും നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ മികച്ച പ്രകടനം കൂടി വരുമ്പോൾ നല്ല ഒരു ഇത് നമുക്ക് ആ ഒരു കഥാപാത്രത്തോട് തോന്നുക സ്വാഭാവികമാണ്. അതുപോലെ തന്നെ സത്യരാജ് ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തുടക്കം തൊട്ട് അവസാനം വരെ പല സീനുകളിലും വന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു ത്രൂ ഔട്ട് കഥാപാത്രമല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രകടനവും മികച്ചതാണ്. അമീർ ഖാൻ അവസാനം ഒരു നിമിഷം വന്നു പോകുന്നുണ്ട്. അതും ഒരു രസകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. എന്ത് തന്നെയായാലും ഈ സിനിമയിലൂടെ ഏറ്റവും കൂടുതൽ പേര് വരാൻ പോകുന്നത് സത്യത്തിൽ നമ്മുടെ സൗബിനായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഗംഭീര പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ പടത്തിനെ ഒരു നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, മോണിക്ക ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാവുന്ന രീതിയിലുള്ള പാട്ടുകളായിട്ട് എനിക്ക് തോന്നിയില്ല. ആകെ മൊത്തം ടോട്ടൽ എന്നെ സംബന്ധിച്ച ഒരു ആവറേജ് അനുഭവമാണ്. ഞാൻ വേറെ ഒരാളുടെയും റിവ്യൂ കണ്ടിട്ടില്ല. വലിയ വലിയ ശക്തമായിട്ടുള്ള ആരാധകരൊക്കെ താഴെ വന്ന് തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിന് മുതലായിട്ടുള്ള ഒരു പടം തന്നെയാണ്. എനിക്ക് ഒരിക്കലും നഷ്ടം വന്നു എന്നുള്ളൊരു ഫീല് വരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയും ഇപ്പോൾ ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റിൽ താഴെയായിട്ടുള്ളൂ ഇപ്പോഴും എന്റെ മനസ്സിലില്ല. ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് ആസ്വദിക്കുക, അതിനുശേഷം പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി സിനിമയാണിത്. കാരണം അതിന്റെ സബ്ജക്റ്റ് ഇല്ലായ്മ തന്നെയാണ് അതിനകത്തൊരു കാരണമായിട്ട് വരുന്നത്. പക്ഷെ ത്രൂ ഔട്ട് നല്ല രീതിയിൽ പടത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഥാപാത്രങ്ങൾക്കും അതുപോലെ തന്നെ സിറ്റുവേഷൻസിനും സാധിച്ചിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തി എന്ന് ചോദിച്ചാൽ ക്ലൈമാക്സിൽ വരുന്ന ഫൈറ്റ് ഗംഭീരമാണ്. ഉപേന്ദ്രനെ പറ്റി പറഞ്ഞില്ല. ഉപേന്ദ്ര ഒരു ചെറിയ റോളാണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫൈറ്റ് രംഗം ഗംഭീരമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നാഗാർജുനയുടെ ഇൻട്രൊഡക്ഷൻ രംഗത്തിൽ നാഗാർജുനയ്ക്ക് വലിയ റോൾ ഇല്ലെങ്കിലും ആ ഫൈറ്റ് രംഗം നല്ല രീതിയിലേക്ക് വന്നിരുന്നു. മാത്രമല്ല അവിടെ നിന്നാണ് സിനിമ അങ്ങോട്ട് മാറ്റം വരുന്നത്. അപ്പോൾ ആ ഒരു രംഗം ഗംഭീരമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഏകദേശം ഇന്റർവെല്ല് വരെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഫീലോട് കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു തീയോട് കൂടി തന്നെ സിനിമ കൊണ്ടുപോകാനായിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതേ പേസിലേക്ക് പടം വരുന്നുണ്ട്. അത് ക്ലൈമാക്സ് വരെ കൊണ്ടുപോകാനായിട്ടും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി സിനിമ നമ്മളെ പൂർണ്ണമായിട്ടും എൻഗേജ് ചെയ്ത് നിർത്തുമെന്നുണ്ടെങ്കിലും ഇയാൾക്കിനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് എന്ത് സംഭവിക്കും, അടുത്തത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു സംഭവവും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അത് ഈ പറഞ്ഞ മാതിരിയുള്ള നമുക്ക് ഊഹിക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ എന്തൊക്കെ വന്ന് പോയിരിക്കും, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ഫീലാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സിനിമയിലൂടെ തോന്നിയത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. പടം കാണാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. ധൈര്യമായിട്ട് നല്ല തിയേറ്ററിൽ തന്നെ ടിക്കറ്റ് എടുക്കുക. അവിടെ പോയിട്ട് ഈ പടം കാണുക, ആസ്വദിക്കുക. കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കുക. നല്ല ഒരു സിനിമയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതല്ല നല്ല കഥ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പടം പോയി കാണുക. അതല്ല ഒരു രജനികാന്ത് മാസ് മസാല ഐറ്റം കാണണമെങ്കിൽ പോയി കാണുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്ന പടമാണ്. ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. വാർ 2 കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ രാത്രിയോട് കൂടി അതിന്റെ റിവ്യൂ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്ന് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം.